നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആലപ്പി അഷറഫിന്റെ കണ്ടതും കേട്ടതും എന്ന ചാനലിൽ ആലപ്പി അഷറഫ് പറഞ്ഞ ഒരു സംഭവമാണ്. അതായത് സിനിമാ സംവിധായകനും എഴുത്തുകാരനുമൊക്കെയായ രഞ്ജിത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ചെകിട്ടത്ത് ഒറ്റ അടി കൊടുക്കുക. ആ അടിയോടുകൂടി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആലില് വീഴുന്നത് പോലെ താഴേക്ക് വീണു എന്നാണ് പറഞ്ഞത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്തോ ഒരു ചെറിയ തമാശ പറഞ്ഞതിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ആലപ്പി അഷറഫ് പറഞ്ഞത്. അത് ആലപ്പി അഷറഫിന് വളരെ വേദന ഉണ്ടാക്കിയെന്നും രഞ്ജിത്തിന്റെ സ്വഭാവം ഭയങ്കര അഹങ്കാരിയായി മാറിയെന്നൊക്കെയാണ് ഇതിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. എന്നാൽ ആലപ്പി അഷറഫ് പറയാത്ത ഒരു കാര്യമുണ്ട്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ത് തമാശയാണ് പറഞ്ഞത് എന്നും അത് എന്തുകൊണ്ട് രഞ്ജിത്തിനെ പ്രകോപിപ്പിച്ചു എന്നും ആലപ്പി അഷറഫ് പറഞ്ഞിട്ടില്ല. ഇതിന് പ്രധാനമായ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, രഞ്ജിത്തും ഒടുവിൽ ഉണ്ണികൃഷ്ണനും നന്നായി മദ്യപിക്കുന്ന ആളുകളാണ്. മദ്യപിച്ചതിന് ശേഷം ഈ രഞ്ജിത്തിനെ എന്ത് തമാശയാണ് പറഞ്ഞതെന്നും അത് അദ്ദേഹത്തിന് എങ്ങനെ വേദന ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം അവരുടെ അതിന് ശേഷം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഭയങ്കര മാനസികമായ വിഷമത്തിലായിരുന്നുവെന്നും പിന്നെ അദ്ദേഹത്തിന് ചിരിയും സന്തോഷവും ഒന്നും ഇല്ലായിരുന്നുവെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ കാര്യങ്ങൾ ആലപ്പി അഷറഫിന് അറിയാമായിരുന്നെങ്കിലും ആലപ്പി അഷറഫ് ഒരു കാര്യം ആ ചാനൽ പറയുന്നില്ല. എന്ത് തമാശയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ രഞ്ജിത്തിനോട് പറഞ്ഞത്, അത് അദ്ദേഹത്തിന് എങ്ങനെയാണ് വേദന ഉണ്ടാകാൻ സാഹചര്യം ആയത് എന്ന് അദ്ദേഹം പറയുന്നില്ല. സ്വാഭാവികമായും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആരായാലും അന്വേഷിക്കും ഇത് എന്താണ് അദ്ദേഹം പറഞ്ഞത്, എന്ത് പറഞ്ഞുകൊണ്ടാണ് പ്രകോപിതനായത് എന്ന്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സെറ്റുകളിൽ പലപ്പോഴും മദ്യപിക്കാറുണ്ട്. അതിന് സമ്മതിക്കാത്തവരുടെ ഒഴിച്ച്, അതായത് കമലിന്റെയും സത്യൻ അന്തിക്കാടിന്റെ സെറ്റുകൾ ഒഴിച്ച് ബാക്കി മദ്യപിക്കുന്ന സംവിധായകരും എഴുത്തുകാരും നിർമ്മാതാക്കളും ഒക്കെ ആണെങ്കിൽ അവരുടെ സെറ്റുകളിൽ അല്പം മദ്യപിച്ചൊക്കെയാണ് പോകാറുള്ളത്. ഇനി എന്താണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ ഹത്യ ചെയ്യുന്ന രീതിയിലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ സംസാരിച്ചത്. അതെന്താണെന്ന് പറയുന്നില്ല. പക്ഷെ ശരിക്കും അടി കൊടുത്ത് എന്തായാലും വേദനാജനകമായ ഒരു കാര്യമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ സ്വന്തം ചാനലിലൂടെ ഈ സമയത്ത്, അതായത് രഞ്ജിത്ത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഇത്രയും പ്രതിച്ഛായ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ആ സംഭവം ഉണ്ടായതെന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ തമാശ എന്താണെന്നും കൂടി ആലപ്പി അഷറഫ് പറയാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ചാനലിന്റെ വളർച്ചയ്ക്കൊക്കെ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആലപ്പി അഷറഫ് കണ്ടത് കേട്ടത് എന്ന ചാനൽ. പക്ഷെ അത് അദ്ദേഹം പറയാത്തിടത്തോളം കാലം ഇത് രഞ്ജിത്തിനെതിരെയുള്ള ഒരു വ്യക്തിഹത്യ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനകളും ഇങ്ങനെ സംഘടനകളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഇങ്ങനെ സിനിമാ മേഖലയിൽ പല പല വിധത്തിലുള്ള അപ്രമാദിത്വങ്ങളും അതുപോലെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇവരാരും പ്രതികരിക്കുന്നില്ല. അതാണ്, ഈ സംഘടന കൊണ്ടൊന്നും കാര്യമായ വലിയ പ്രയോജനങ്ങളൊന്നും ഇത് പ്രവർത്തിക്കുന്ന ആളുകൾക്കില്ല എന്നുള്ളത്. പിന്നെ ആളുകളുടെ വരിസംഖ്യ മേടിക്കുകയും കുറെ മുകളിലിരിക്കുന്ന പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒക്കെ ആസ്വാദികരമായ ജീവിതം നയിക്കാനാണ് എന്നും പറ്റത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അന്നും അമ്മ എന്ന സംഘടന ഉണ്ടായിരുന്നു, മോഹൻലാൽ പ്രതികരിക്കുകയോ സംഘടനയിൽ പരാതി വരികയോ രഞ്ജിത്തിനെതിരെ ആക്ഷൻ അടിക്കുകയോ ഒന്നും ചെയ്തില്ല. രഞ്ജിത്തിനെ കൊണ്ടൊരു മാപ്പ് പോലും പറയിച്ചതായിട്ട് നമുക്ക് ഒരിടത്തും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ സിനിമാ സംഘടനയിലെ അപ്രമാദത്തെ കുറിച്ചൊക്കെ പറയാനുള്ളത്.